കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. Praise God. May the Lord bless each one of you richly. ഒരു ബൈബിൾ ക്ലാസ്സിൽ കൂടി പങ്കെടുക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. I want to thank the Lord for one more Bible study that the Lord has given us the privilege to be a part of. ഡോക്ടർ സിജായുടെ വർഷിപ്പ് സോങ് നമ്മൾ കേൾക്കുകയുണ്ടായി. ദൂതന്മാരുടെ ആരാധന, നമ്മുടെ ആരാധന സ്വർഗത്തിൽ ഉയരുന്ന ആരാധനയൊക്കെ സ്പർശിക്കുന്ന വീടുകളോടുകൂടിയാണ് കർത്താവിന്റെ മകൾ പാടിയ പാട്ടുകൾ. We heard the song from Dr. Jija about the angelic singing, about the worship of God, the worship that rises from us. The words were which we heard now. ഭൂമിയിൽ കർത്താവിനെ ആരാധിക്കുന്നു, നിത്യതയിലും കർത്താവിനെ നമ്മൾ ആരാധിക്കും. We are worshiping the Lord even on this earth, even in eternity we keep worshiping him. ഇന്ന് എന്റെ അനുഭവസാക്ഷ്യം പറയുവാനുള്ള ഒരു പ്രേരണ എന്റെ ഹൃദയത്തിലേക്ക് വരുന്നില്ല. നേരെ ദൈവദിനത്തിലേക്ക് തിരിയുവാനായിട്ടാണ് എന്റെ മനസ്സ് പ്രേരിപ്പിക്കുന്നത്. This time I'm not prompted to share with you my life testimony. I want to go straight into the word of God. ദൈവം അനുവദിക്കുകയാണെങ്കിൽ എന്റെ അനുഭവസാക്ഷ്യങ്ങളുടെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. If the Lord wills, many part of my life experiences we will be seeing it in the coming weeks. നമ്മൾ വെളിപ്പാട് പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിലെ ചിന്തകളാണ് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. We have been learning from the thoughts from the chapters 1 to 4 of Revelation in the past weeks. ഒന്നാം അധ്യായത്തിൽ യേശുവിന്റെ സപ്തവർണ്ണനകൾ, യേശുവിന്റെ 7 വർണ്ണനകൾ നമുക്ക് കാണുവാൻ കഴിയും. We see in the first chapter the 7 kinds of description of our Lord Jesus. 2-3 അധ്യായങ്ങളിൽ യേശുവിന്റെ 7 സഭകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. In the second and third chapter we see the 7 churches of our Lord Jesus. 4-ാം അധ്യായത്തിൽ സ്വർഗീയ കാര്യങ്ങൾ, സ്വർഗസിംഹാസനം, ദൈവം, ദൂതന്മാർ, ജീവികൾ, മൂപ്പന്മാർ, ഇവരെയൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. In the fourth chapter we see the 4 living creatures, the 24 elders and the people who are worshiping the Lord. ഇന്ന് നമ്മൾ 5-ാം അധ്യായത്തിലേക്കാണ് പോകുന്നത്. Today we come to the 5th chapter. ഈ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ ഇനിയും പല വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ ഈ ക്ലാസ് ഈ വർഷമോ അടുത്ത വർഷമോ ഒന്നും തീരുകയില്ല. There are even lot of subjects to be covered even in this chapters 1 to 4. If we keep on going in it, this year or next year won't be enough for covering all of it. പ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. We are going through the important topics from these chapters. 5-ാം അധ്യായത്തിൽ വീണ്ടും സ്വർഗീയ ദർശനങ്ങൾ തന്നെയാണ്. Even in the 5th chapter we see the heavenly visions that ദൈവത്തിന്റെ സിംഹാസനം അവിടെയുണ്ട്. We see the throne of God there. പക്ഷെ അവിടെ ദൈവത്തിന്റെ കരങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഒരു പുസ്തകം കാണുന്നുണ്ട്. There we see in the hand of God there is a scroll that is there. 7 മുദ്രകളുള്ള ഒരു ചുരുളാണ്, ഒരു പുസ്തക ചുരുളാണ് അവിടെ കാണുന്നത്. 7 seals are there in the scroll. 24 മൂപ്പന്മാർ അവിടെയുണ്ട്. There are 24 elders there. ഒരു ദൂതൻ വിളിച്ചു ചോദിക്കുകയാണ്, ഈ പുസ്തകം വാങ്ങിക്കുവാനും ഇതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറച്ചു ചോദിക്കുന്നു. One angel is crying out and asking anyone, is there anyone to open the scroll and break open the seal? സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരെയും കാണാതെ വന്നപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന യോഹന്നാൻ ഒരു കുട്ടിയെ പോലെ കരയുകയാണ്. When there was no one on heaven or earth who was worthy to open the scroll, the one who was seeing John cried out like a baby because there was no one to open it. അപ്പോൾ 24 മൂപ്പന്മാരിൽ ഒരാൾ വിളിച്ചു പറയുകയാണ്, യോഹന്നാനെ നീ കരയണ്ട. That time one of the 24 elders is calling and saying, Apostle John, you don't have to cry. യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ഈ പുസ്തകം വാങ്ങിക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ്. He's telling him, stop weeping. Look, the lion of the tribe of Judah, the heir to David's throne, has won the victory. He is worthy to open the scroll and its 7 seals. ഈ ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ വീണ്ടും ആ സ്വർഗത്തിലേക്ക്, ആ സിംഹാസനത്തിലേക്ക് ചുറ്റുമൊക്കെ നോക്കി. When John heard, he again looked and behold all those things around the throne. ഇവിടെ 24 മൂപ്പന്മാർ ഇരിക്കുന്നു, 4 ജീവികൾ അവിടെയുണ്ട്. There are 24 elders, there are 4 living creatures. കഴിഞ്ഞ പ്രാവശ്യം കാണാത്തതിൽ 10,000 10,000-10,000-1000-1000-1000-ആയ ദൂതഗണങ്ങൾ അവിടെയുണ്ട്. The thing which you had not seen in the previous chapter, 10,000s and millions of angels are there. 4-ാം അധ്യായത്തിൽ താൻ കണ്ടിട്ടില്ലാത്ത ഒരു രംഗം അവിടെ കാണുന്നു.
ഒരു കുഞ്ഞാട് നിൽക്കുന്നു. ആ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെയാണ് നിൽക്കുന്നത്. The vision which he didn't see in the 4th chapter, he is seeing there is a lamb that is standing there, and as though it had been slain. അതിന് 7 കൊമ്പുകളുണ്ട്, 7 കണ്ണുകളുണ്ട്, having 7 horns and 7 eyes. ഈ കുഞ്ഞാട് ഈ പുസ്തകം വായിക്കുവാൻ യോഗ്യൻ എന്ന് പറയുകയാണ്. And they are saying that this lamb is worthy to take the scroll and open it. 4-ാം അധ്യായത്തിൽ കാണുന്ന 24 മൂപ്പന്മാരിൽ അന്ന് അവരുടെ കയ്യിൽ നമ്മളൊന്നും കാണുന്നില്ല. ഇപ്പോൾ അവരുടെ കയ്യിൽ ധൂപകലശങ്ങളുണ്ട്. 4th chapter, we don't see anything in their hand. Now here we are seeing them having bowls full of incense. അവർ അവിടെ പറയുകയാണ്, കർത്താവേ നീ യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുകയാണ്. They are saying, oh Lord, you are worthy to take the scroll, the one who was slain for us. ദൂതന്മാരും കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. The angelic hosts are glorifying God. 24 മൂപ്പന്മാർ കുഞ്ഞാടിന്റെ പാദപീഠത്തിൽ നമസ്കരിക്കുന്നതോടുകൂടെ ഈ 5-ാം അധ്യായത്തിലെ വിഷയം തീരുകയാണ്. The 24 elders are falling and prostrating themselves before the God, and it is concluding this 5th chapter. ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ 2 ആഴ്ച കൊണ്ട് വെളിപ്പാട് പുസ്തകം പഠിച്ചു തീർക്കാം. If we study like this, we can finish the study on the book of Revelation in 2 weeks. ഇങ്ങനെ നമുക്ക് പഠിക്കാം എന്നൊരു മെത്തേഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I just said that there is a method to teach you also like this, but that's not the way that I intend to teach you today. അപ്പോൾ നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് വരാം. എല്ലാവർക്കും 5-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരാം. Let's turn our Bibles to Revelation chapter 5. അതിന്റെ 1, 2, 3, 2 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. And I saw in the right hand of him who sat on the throne a scroll written inside, and on the back sealed with 7 seals. Then I saw a strong angel proclaiming with a loud voice, who is worthy to open the scroll and loose its seals. വെളിപ്പാട് പുസ്തകത്തിന് അപ്പോക്കാലിപ്സ് എന്നാണ് മൂലഭാഷയിൽ പറയുന്നത്. The word revelation comes from the root word apocalypse. മറ നീക്കുക എന്നാണ് അതിന്റെ അർത്ഥം. It means it's something is veiled. ഒരേ കാര്യം യോഹന്നാൻ കാണുന്നു, പക്ഷേ അവിടെ ഓരോ സമയം കഴിയുമ്പോഴും ദൈവം മറ നീക്കിയിട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. Same things the Apostle John is repeatedly seeing, but each time it is being a certain level of unveiling is happening. യേശുവിനെ വ്യത്യസ്തമായ നിലയിൽ കാണുന്നു. He is seeing the Lord Jesus in different various forms. അഗ്നിയാലിക്കത്ത കണ്ണുള്ള, മാറത്ത് പൊൻകച്ചിയുള്ള യേശുവിനെ യോഹന്നാൻ കണ്ടതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ. He saw the Lord Jesus with the eyes as the flames of fire, with the golden sash over his chest. ദൈവം സിംഹാസനാരൂഢനായിരിക്കുന്ന യോഹന്നാൻ കണ്ടതാണ്. He saw the Lord enthroned on the throne. എന്നാൽ ഇപ്പോൾ ആ കയ്യിൽ ഒരു പുസ്തകം ഇരിക്കുന്നു. Now we see in the hand that there is a scroll. അതൊരു ചുരുളാണ്. It is one which is rolled and kept. അകത്തും പുറത്തും എഴുത്തുകളുണ്ട്. On both inside and outside the scroll has been written. എഴുത്തുകൾ ഏതൊരു കാലങ്ങളിലും ജനത്തോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. Those letters, even in those days, were the message of God to the people there. ദൈവം കൽപ്പലകളിൽ എഴുതുന്നതായി നമ്മൾ കാണുന്നുണ്ട്. We see the Lord writing on the tablets of stone. പിന്നെ ദൈവം എഴുതുവാനായിട്ട് യിരെമ്യാവിനോടൊക്കെ കൽപ്പിക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ട്. Then we see God commanding Nehemiah to write down things that he showed him. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ എഴുതുവാനായി ദൈവം മനുഷ്യന് കൃപ കൊടുക്കുന്നുണ്ട്. From the book of Genesis to Revelation, the Lord gives the man the grace to write those words. പക്ഷെ ഈ പുസ്തകം മനുഷ്യ നിർമ്മിതമല്ല. But this book is not created by man. ഇവിടെ എഴുതിയതോ ഇവിടെ പ്രിന്റ് ചെയ്തതോ ഒന്നുമല്ല. It is not just it is written here or printed here. ഇത് ചുരുളുകളാണ്. These are preserved. It is written in scrolls. ഓരോ ചുരുളിലും ഓരോ മുദ്രയുണ്ട്. Each scroll has each seal. ആ മുദ്ര പൊട്ടിച്ചെങ്കിൽ മാത്രമേ ആ താളിലുള്ളത് വായിക്കാൻ കഴിയൂ. Only when the seal is broken, whatever is in that side of it can be read. അതിന്റെ അകത്തും പുറത്തും എഴുത്താണ്. Both on inside and outside the letters are written. 7 മുദ്രകൾ പൊട്ടിച്ചെങ്കിൽ മാത്രമേ അതിലെ മുഴുവൻ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. Only when the 7 seals are broken, the whole complete thing which is written in the scroll can be read. അപ്പോൾ ശക്തനായ ഒരു ദൂതൻ ചോദിക്കുകയാണ്, ഈ പുസ്തകം വാങ്ങിക്കാൻ, ഈ ചുരുള് വാങ്ങിക്കാൻ, ഇത് പൊട്ടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാൻ പറഞ്ഞു.
That time a mighty angel is asking this question, is there anyone worthy to break open the seal? Come up. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാം ഉണ്ടെങ്കിൽ കയറി വാ. In my language, if I have to say, if Abraham is there, come up. ഏലിയാവ് അതിന് യോഗ്യനാണെങ്കിൽ കയറി വാ. If Elijah is worthy, come up and try. മോശെ അതിന് യോഗ്യനാണെങ്കിൽ കയറി വാ. Moses, if you are worthy, come up and see. പത്രോസ് അതിന് യോഗ്യനാണെങ്കിൽ കയറി വാ. Peter, are you worthy? Come up here. ഗബ്രിയേൽ അതിന് യോഗ്യനാണെങ്കിൽ കയറി വാ. Gabriel, if you are worthy, come up. അല്ല, ആരെങ്കിലും യോഗ്യനാണെങ്കിൽ കയറി വാ. Otherwise, if anyone is worthy, let him come up. ആരും വരുന്നില്ല. But no one is coming up. ഭൂമിയിൽ നിന്ന് ആരും വരുന്നില്ല. No one is coming up from the earth. ഭൂമിക്ക് കീഴെ നിന്ന് ആരും വരുന്നില്ല. No one is coming below, under the earth. സ്വർഗത്തിലുള്ള ആരും അതിന് തയ്യാറാകുന്നില്ല. No one is ready to come even above the earth. ആ 4 ജീവികൾ അതിന് തയ്യാറാകുന്നില്ല. Even those 4 living creatures are not ready to break open the seal. സാറാഫുകൾ അതിന് തയ്യാറാകുന്നില്ല. Even the seraphims are not ready for it. അവരൊന്നും അതിന് യോഗ്യരല്ല എന്നാണ് അതിന്റെ അർത്ഥം. They are not worthy of it is what it means. ഇതറിഞ്ഞപ്പോൾ യോഹന്നാൻ ഒരു കുട്ടിയെ പോലെ കരയാൻ തുടങ്ങി. When this was known by John, he cried out like a baby. യോഹന്നാൻ അറിയാമായിരുന്നു ഈ പുസ്തകം അത്ര ചെറിയൊരു പുസ്തകമൊന്നുമല്ല, കാരണം ഇത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതാണ്. John knew that this is not a small book. It is in the hand of God. ദൈവം എല്ലാ പുസ്തകവും എടുത്ത് പിടിച്ചുകൊണ്ട് നടക്കുകയല്ല. God doesn't carry off all the books and walks there. നമ്മൾ പുസ്തകം വായിക്കാറുണ്ട്, എല്ലാവരും വായിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. We read books and it is my opinion that everyone should be reading it regularly. ഗോഡ് ഓഫ് സ്മോൾ തിങ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന് ബുക്കാർ സമ്മാനം കിട്ടിയപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നി അന്ന് വാങ്ങി വായിക്കണം. I was very desirous when the God of Small Things got the award. I wanted to read it. അപ്പൊ ഞാന് ഗോഡും സ്മോൾ തിങ്ങും ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത്, അതുകൊണ്ട് ഞാൻ ആ പുസ്തകം കാശ് കൊടുത്ത് മേടിച്ചു. So I saw in the title there was presence of God and small things, so I gave the money and bought the book. വായിച്ചു വന്നപ്പോഴാണ് ഈ ആ പുസ്തകത്തിലെ ഈ എഴുത്തുകാരിയുടെ ഗോഡ് എന്ന് പറയുന്നത് കോട്ടയത്തിനടുത്ത് താമസിക്കുന്ന ഒരു പരവനാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ. So when I read this, I came to know that it was one small person who was in Kottayam. She was describing him as God. പിന്നെ വായിച്ചു വന്നപ്പോഴാണ് കോട്ടയം പോലീസുകാരെല്ലാം ദൈവത്തിന്റെ വാരിയിൽ ചവിട്ടി ഓടിക്കുന്നതാണ് എഴുത്തുകാരി എഴുതുന്നത്. Then we see the police of Kottayam breaking open the ribs of this so-called God. പൈസ പോയല്ലോ എന്നുള്ള ദുഃഖത്തിൽ ഞാൻ അത് താഴെ വെച്ചു. I was very sorrowful that I had spent my money on this and I kept it down. പക്ഷേ സാഹിത്യ ലോകത്തില് നിശ്ചയമായിട്ടും അതിന് വിലയുണ്ട്. ആ നിലയിൽ അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു പുസ്തകം കയ്യിലിരിക്കുന്ന എനിക്ക് അബദ്ധമായി പോയെന്ന് തോന്നി അത് എടുത്തത്. Though in the world of literature it may have some importance, but more important that the great word of God is in my hand, and I thought this was the greatest gift that Lord gave to us. അപ്പൊ ലോകത്തിൽ ഒത്തിരി പുസ്തകങ്ങളുണ്ട്, അതിന് ലോകത്തിന്റെ അംഗീകാരമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കയ്യിൽ ഒരു പുസ്തകം വരണമെങ്കിൽ അത് ചെറിയ കാര്യമൊന്നും അല്ല. There are a lot of books in this world, lot of acceptance is given to it, but if the book has to come into the hand of God, it's not a small thing. അതിനകത്ത് ആഴമേറിയ കാര്യമുണ്ടെന്ന് യോഹന്നാൻ അറിയാം. The Apostle John knew that there are deep things inside it. അതുകൊണ്ടാണ് താൻ കരഞ്ഞത്. That is why he cried out with a loud voice. തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ ആ പുസ്തകം വാങ്ങി പൊട്ടിച്ചില്ലെങ്കിൽ ഇവിടെ ഈ ഭൂമിക്ക് വീണ്ടെടുപ്പില്ല, പുതിയ യെരൂശലേം ഇറങ്ങി വരികയില്ല, ദുഷ്ടന്മാർക്ക് ന്യായവിധിയില്ല, സാത്താന്റെ പരാജയം കാണുവാൻ നമുക്ക് കഴിയുകയില്ല. If we read forward, we will know that if this scroll is not open, we will not know that there is coming judgment, that Satan is going to be judged, and the Lord is coming back, and New Jerusalem is coming to this world. We will not have the hope to know about it. ഭക്തരെ ചൂഷണം ചെയ്ത മർമ്മം മഹ്ദിയാം ബാബിലോണിന്റെ അന്ധതകൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. We cannot know the darkness that was there in Babylon, which had to be exposed if we would not be breaking open the scroll. ഭരണലോകത്തിൽ വരുവാൻ പോകുന്ന ക്രൂരനായ ഭരണകർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. Even in the coming world where the ruling master is so cruel, we are not able to visualize him.
ഭാവിയിൽ നടക്കേണ്ട അനവധി കാര്യങ്ങളാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. There are a lot of things which are going to happen in the future, and it is written in the scroll. ആകാശത്തിൽ, ഭൂമിയിൽ, സമുദ്രത്തിൽ, മാനവ സമൂഹത്തിൽ, രാഷ്ട്രീയ ലോകത്തിൽ, മതലോകത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളുടെ എല്ലാം പ്രോഗ്രാം അവിടെ ചിട്ടയായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. In the heavens, in the earth, in all the things, what kind of programs, everything is written in order. അതുകൊണ്ട് അതാരെങ്കിലും ഒന്ന് വാങ്ങിക്കണം, അതാരെങ്കിലും ഒന്ന് പൊട്ടിക്കണം. Therefore, someone has to receive it, someone has to break open it and understand what is in it. അത് മനസ്സിലാക്കണം. They have to know what is written there. പക്ഷെ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന ആ പുസ്തകം വാങ്ങിക്കാൻ അബ്രഹാം യോഗ്യനല്ല. But to receive the book that was in the hand of God, Abraham was not worthy. മോശ യോഗ്യനല്ല. Moses was not found worthy. പൗലോസ് യോഗ്യനല്ല. Paul is not worthy. ഞാനും നിങ്ങളും യോഗ്യനല്ല. I and you, no one is worthy. ആ പുസ്തകം വാങ്ങിക്കുവാൻ യോഗ്യത മറ്റൊരു കാര്യത്തിലാണ്. And to receive that scroll, there is the worthiness is another thing. അങ്ങനെ യോഹന്നാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ how when John was crying out, താൻ ഇങ്ങനെ കരയുകയാണ്. 4-ാം വാക്യം, തുറന്നു വായിക്കാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. Verse 4 we read, so I wept much because no one was found worthy to open and read the scroll or to look into it, and I wept much. എത്രയോ പേര് കരയുന്നു. So many people weep. എന്തിനാണ് കരയുന്നതെന്ന് ചിലർക്ക് അറിയത്തു പോലുമില്ല. അതാണ് വേറൊരു കാര്യം. Even don't know what is the reason that they are crying out. കരയുന്ന കാര്യത്തിന് പലതിനും അർത്ഥമില്ലെന്ന് അവർക്ക് തന്നെ പിന്നെ മനസ്സിലാകും. They understood later on that for things that they cry, there is no reason attached to it. They know later on only. താടിയും മീശയും ഒക്കെയുള്ള ഒരു മനുഷ്യൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ മാത്രം, ഒരമ്മച്ചി മാത്രം കരഞ്ഞ് ആ ദൂത് കേൾക്കുന്നത് അദ്ദേഹം കണ്ടു. There was one person with mustache and beard. He was preaching out when only one granny was crying out and receiving the word of God. ഇവിടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുകുകയാണ്. There was tears flowing from her eyes. അപ്പോൾ ഈ പ്രാസംഗികന് ആ യോഗം കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചിയുടെ അടുക്കൽ ചെന്നു. That time, this preacher, after the meeting was over, she went to this grandmother. അമ്മച്ചിയോട് പറഞ്ഞു, ഇവിടെ ഈ പള്ളിയില് ഇത്രയും പേരുടെ മധ്യത്തിൽ അമ്മച്ചി ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയ മുതൽ അമ്മച്ചി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So in so many people, I was noticing your grandmother because you were the only one who was crying in so much large crowd. അമ്മച്ചി പിന്നെയും കരയാൻ തുടങ്ങി. Again, this grandmother started crying again. ഈ പാസ്റ്റർ ആശ്വസിപ്പിച്ചു. This pastor comforted her. എന്നിട്ട് ചോദിച്ചു, എന്താണ് അമ്മച്ചി ഇങ്ങനെ കരയുന്നത്? Then he asked her, why are you crying, Granny? അമ്മച്ചി പറഞ്ഞു, എന്റെ കുഞ്ഞെ, എനിക്കൊരു ആടുണ്ടായിരുന്നു. My son, I had a sheep, lamb. കഴിഞ്ഞ ദിവസം ചത്തുപോയി. But it passed away in previous days. എന്റെ കുഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആട് കരയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്, ആ താടിയെല്ലാം കണ്ടു. When you were preaching, I was remembering how my goat cries, because with all the long beard, I was thinking about my goat. അമ്മച്ചി കരഞ്ഞ അതുകൊണ്ടാണ്. അമ്മച്ചിക്ക് അത് കരയാനുള്ള റീസണുമുണ്ട്. അമ്മച്ചി കരഞ്ഞോട്ടെ. അമ്മച്ചിക്ക് സ്നേഹം ആടാണ്. Grandmother cried. Her reason was the goat, and that was her love for that goat. ഇങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലല്ല യോഹന്നാൻ കരയുന്ന. യോഹന്നാൻ കരഞ്ഞതിന് ആഴമേറിയ അർത്ഥമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? So the people cry like this without any reason, but here John is crying for another reason. Have you cried in the way that John has done? നിത്യതയുടെ രഹസ്യങ്ങൾ അറിയേണ്ടതിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? Have you cried out, Lord, I want to understand the eternal mysteries? ദൈവിക വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കേണ്ടതിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? Have you cried out to God, Lord, I want to understand the deep mysteries of the word of God? അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്വർഗത്തിലെ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. For those type of people, the Lord will reveal to them heavenly secrets. അപ്പോൾ 24 മൂപ്പന്മാരിൽ ഒരാൾ പറയുകയാണ്, among the 24 elders, the one of them is saying, വാക്യം 5, verse 5, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
one of the 24 elders, they said that, do not weep, behold, the Lion of the tribe of Judah and the root of David has prevailed to open the scroll and loose its 7 seals. 24 മൂപ്പന്മാർ യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാൻ ആ 24 മൂപ്പന്മാരിൽ ഉൾപ്പെടുന്നില്ല. So John is not part of those 24 elders. One of them says to John, കരയണ്ട, not cry. ഇതാ ഒരാൾ പുസ്തകം തുറക്കാൻ യോഗ്യനായിട്ട് നമ്മുടെ മധ്യത്തിലുണ്ട്. Behold, there is one who is worthy to open the scroll. അത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്, The Lion of the tribe of Judah. ദാവീദിന്റെ വേരുമാണ്. He is belonging to the root of David. അപ്പം യോഹന്നാൻ അറിയാമത് യേശുവാണെന്ന്. John understood that it is Jesus. യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ടാണ് യേശുവിനെ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Jesus has been depicted as the Lion of the tribe of Judah in the prophecies. യഹൂദാ ഗോത്രത്തിന്റെ കൊടിയുടെ അടയാളവും സിംഹമായിരുന്നു. Even the flag sign of the tribe of Judah was the lion. അത് ഓർമ്മപ്പെടുത്തുന്ന സിംഹമുഖത്തോടു കൂടി ഒരു ജീവിയും ആ സ്വർഗത്തിലുണ്ട്. To remind that there is a living creature with the face of the lion in heaven. ഇവിടെ പറയുകയാണ്, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം ദാവീദിന്റെ വേരുമായവൻ പുസ്തകം വാങ്ങിക്കാനും തുറക്കാനും മുദ്ര പൊട്ടിക്കാനും ജയം പ്രാപിച്ചിരിക്കുന്നു. Here he is saying the Lion of the tribe of Judah, the root of David, has prevailed to open the scroll and to loose its 7 seals. ദാവീദിന്റെ വേര് എന്ന് പറയുമ്പോൾ ഇശായിയെ ഒരു വൃക്ഷമായിട്ട്, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു വൃക്ഷമായിട്ട് ചിത്രീകരിച്ചിട്ട് ദാവീദ് വംശജനായിട്ട് ഉള്ള യേശു എന്നാണ് ഇതിന്റെ അർത്ഥം. When we see about the root of David, from Jesse, he was the generation followed to David, and through the generation line of David, Jesus was born. ചരിത്രമില്ലാത്തവനല്ല യേശു, വംശമില്ലാത്തവനല്ല യേശു. യേശു ചരിത്രത്തിന്റെ നിധാനമാണ്. It is not that Jesus did not have any history or genealogy. He was the beginning of all the genealogies. ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു ചരിത്ര പശ്ചാത്തലം യേശുവിന് വേണ്ടി ആത്മീകമായും അക്ഷരീകമായും ഒരുക്കിയിട്ടുണ്ട്. No one can dispute the genealogy of Jesus spiritually and historically. It is established. യേശു യഹൂദയിൽ നിന്ന് അല്ലെങ്കിൽ ദാവീദ് വംശത്തിൽ നിന്ന് ജനിക്കേണ്ടതുകൊണ്ട് യഹൂദാ ഗോത്രത്തെ ദൈവം പരിപാലിച്ച വിധങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ നമ്മെ അത്ഭുതപ്പെടുത്തും. Since Jesus was to be born from the tribe of Judah, the way that the Lord protected and preserved the tribe of Judah, when we read the word of God, we understand how the Lord protected it. യഹൂദ ഒരു വ്യക്തിയായിരിക്കുമ്പോൾ, ഒരു കൊച്ചു കുടുംബമായിരിക്കുമ്പോൾ അപ്പനോടൊപ്പം ഈജിപ്തിൽ പോയതാണ്. Though when Judah was a single person, when he was a small family, along with his father, he had traveled to Egypt. ആ കുടുംബത്തെ ഇല്ലാതാക്കാൻ ഫറവോൻ നോക്കി. Pharaoh tried that family will be destroyed. ദൈവം ആ ഭവനത്തെ കാത്തു. God protected that home. അതൊരു ഗോത്രമായി മാറി. It turned out to be a tribe. ആ ഗോത്രത്തെ, അവരുടെ ഭരണത്തെ നെബൂഖദ്നേസർ തകർത്തു കളഞ്ഞു. That tribe, their rule was destroyed by King Nebuchadnezzar. അവരെ ലോകമെമ്പാടും ചിതറിച്ചു കളഞ്ഞു. Throughout the world they were scattered. എന്നിട്ടും ദൈവം അവരെ കാത്തു. Yet the Lord protected them. 1948 വരെ അവർ ചിതറിപ്പോയിട്ടും ദൈവം അവരെ കാത്തു. Even though they were scattered till 1948, the Lord still preserved and protected them. യേശുവിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ മറിയയുടെ അല്ലെങ്കിൽ യോസഫിന്റെ ആ കാലഘട്ടം വരെ ആ ഗോത്രത്തെ ദൈവം പ്രത്യേകമായി കാത്തു. As far as it was concerned to the birth of the Lord Jesus, till the time of the line of Joseph, the Lord was preserving the tribe. ഏകദേശം 400-ലധികം വർഷം അവർ ലോകമെമ്പാടും ചിതറപ്പെട്ടെങ്കിലും ദൈവം യോസഫിനെയും മറിയയും എല്ലാം ആ യഹൂദ ഗോത്രത്തിൽ കാത്തു പരിപാലിച്ചു. So 400 years they were all scattered and were elsewhere. The Lord had preserved and protected Joseph and Mary. അങ്ങനെ കൃത്യമായിട്ട് ആ കുടുംബത്തിലാണ് യേശു കർത്താവ് വന്ന് പിറന്നത്. And specifically the Lord descended into that family and was born. യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ യേശുവാണ്. അത് തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. The Lion of the tribe of Judah and the root of David is Jesus, and he has prevailed to open the scroll.
നമ്മൾ ഈ പുസ്തകം വാങ്ങിക്കണമെങ്കിൽ അത് തുറക്കണമെങ്കിൽ ജയം പ്രാപിക്കണം. That means if you have to open the scroll, if you have to read from the scroll, you have to win the victory. എന്താണ് ജയം എന്ന് പറയുന്നത്? What is that Jesus prevailed over? എന്താണ് നമ്മൾ യുദ്ധത്തിൽ ജയം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? What is the meaning that we have received victory in the battle? ശത്രു രാജ്യത്തെ നശിപ്പിക്കുക, ബോംബിടുക, ആയിരങ്ങളെ കൊല്ലുക, പിടിക്കുക, അതൊക്കെയാണ് ജയം എന്ന് പറയുന്നത്. When the enemy is destroying the nation, he is bombing them, he is delivering people, that is what he is winning victory over that nation. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടുണ്ട്, അതിന്റെ ജയം എന്താണ്? In Tamil Nadu there is this Jallikattu festival. What is the victory behind it? കഴിഞ്ഞ ദിവസം അതിന്റെ ജയം നമ്മൾ കേൾക്കുകയുണ്ടായി, പലതിനെ ഇടിച്ചു നിരത്തി ആ കാള. In previous days we heard that many people were pierced and pierced down and killed. That was their outcome of it. യഹൂദന്മാരുടെ ഇടയിൽ, റോമാക്കാരുടെ ഇടയിൽ ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്ന കാലത്ത് ഗ്ലാഡിയേറ്റേഴ്സ് ഉണ്ട്. റോമാക്കാർക്ക് ഗ്ലാഡിയേറ്റേഴ്സ്. Among the Jews, this time when these books were written, there were gladiators among them. മല്ലന്മാരുണ്ട് അവരുടെ ഇടയിൽ. മല്ലന്മാർ. There were giants. They were giant killers. രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്യും, രണ്ടുപേർ നേരിട്ട്. They will meet each face to face and fight against each other. ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കും. And people will be watching it from around. അതിലെ ജയം പരാജയം എന്ന് പറഞ്ഞാൽ ഒരുത്തനെ കൊല്ലുന്നതാണ്. കൊല്ലുന്നത് വരെയാണ് അടി. The one who is prevailing the victory is till he has killed the other person. അങ്ങനെ ഒരു ജയമാണോ യേശു ഇവിടെ ചെയ്തത്? Is it that kind of prevailing what Jesus prevailed here? അങ്ങനെയുള്ള ജയമല്ല. Not that kind of victory. ആരെയും കൊല്ലുന്ന ജയമല്ല. It's not one that kills anyone. ആരെയും ചതിക്കുന്ന ജയമല്ല. It's not a victory that is cheating anyone. അധർമ്മത്തിലൂടെയും ചതിയിലൂടെയും ശത്രുക്കളെ നിഗ്രഹിക്കുന്നതായിട്ടുള്ള തന്ത്രങ്ങളല്ല. It's not a victory that is received by deceiving others and cheating on someone else. ഒരു ധർമ്മം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി അധർമ്മമായിട്ടുള്ള എല്ലാ ചീറ്റിംഗും നടത്തി ജയിക്കുന്ന യുദ്ധകാര്യങ്ങളല്ല. It is not a thing that to establish certain righteous thing to by all means cheating others and getting a victory. ഇവിടെ സ്വയം മരണത്തിലൂടെ ജയം പ്രാപിക്കുന്ന ചിന്തയാണ്. Here the victory is how he is dying to his own self. അറസ്റ്റ് ചെയ്യും എന്നറിഞ്ഞിട്ട് ഓടിപ്പോകാതെ, നിങ്ങൾ എന്നെയാണോ തിരയുന്നത് എങ്കിൽ ഞാനാണ് യേശു എന്ന് പറഞ്ഞ് ചെല്ലുന്ന ജയം. Though he was aware that he is going to be arrested, those who are finding him, he is asking them, are you finding for me? I am Jesus. And he is submitting to their arresting. ചാട്ടവാറുകളാൽ അടികൊള്ളുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാതിരിപ്പാൻ അത് സഹിക്കുന്ന ജയം. Even when he was being beaten up by all the stripes, not to escape from that, but the one who is accepting it, that kind of victory. മുഖത്തെ രോമങ്ങൾ പിഴുതു പറിക്കുമ്പോഴും അറുക്കാൻ രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന ജയം. Even when his beard is being pulled apart and he is like the lamb which is going to be slain like this before the slaughter. താൻ പ്രസംഗിച്ച, താൻ അത്ഭുതങ്ങൾ നടത്തിയ, തന്നെ ജനങ്ങൾ ആരാധിച്ച അതേ സ്ഥലത്തൂടെ അതേ ജനങ്ങളുടെ ഇടയിലൂടെ ഒരു ക്രിമിനലിനെ പോലെ കുരിശും ചുമപ്പിച്ച് നടത്തുമ്പോഴും നിശബ്ദമായി നടക്കുന്ന ആ ജയം. The place where he was preaching and did miracles and people worshipped him, the same place he led as the criminal carrying the cross and that kind of victory. ക്രൂശിൽ തറച്ചിട്ടും പുരോഹിതന്മാരും കള്ളന്മാരും തന്നെ നിന്ദിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെ അതിന്മേൽ ജയമെടുത്ത ജയം. Even though the high priest, the thieves and everyone were reviling him on the cross, even hearing that he is not retaliating, that kind of victory. അങ്ങനെയുള്ള വേദനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മനസാക്ഷിയുള്ളവർ അല്പം മയക്കുമരുന്നുകൾ ചേർത്ത് കൊടുത്ത ആ വെള്ളവും കുടിക്കാതെ ആ വേദന സുബോധത്തോടെ സഹിച്ച ആ ജയം. Those kind of pains to overcome, they give certain kinds of sedative drugs through the water, and he didn't even accept that because he wanted to go through that
That kind യഹൂദാ ഗോത്രത്തിന്റെ സിംഹം ദാവീദിന്റെ വേരുമായവൻ ജയിച്ച ജയം ഞാനും നിങ്ങളും ചിന്തിക്കുന്ന പോലെ അല്ല. the victory that the lion of tribe of Judah, the root of David, that he won is not the victory that you and me think of. അതാരെയും പരാജയപ്പെടുത്തിയുള്ള ജയമല്ല. It's not a one victory which was by defeating someone. സ്പോർട്സിൽ ജയിക്കുന്നവർ നമുക്ക് ആവേശമാണ്. പക്ഷേ അവർ ഏതോ രാജ്യത്തിലെ സ്പോർട്സിലെ അംഗങ്ങളെയും നിരാശപ്പെടുത്തിയാണ് ജയിച്ചത്. In the sports, we see that we are happy when our team wins, but they have somewhat defeated some nation, some other team. ഇന്ത്യ ജയിക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ സന്തോഷിക്കുന്നെങ്കിലും ഏതോ ഒരു രാജ്യം ദുഃഖിച്ചിട്ടുണ്ട്. When India has won, that whole nation may be rejoicing, but some other nation is in sorrow. ഒരു രാജ്യം യുദ്ധത്തിൽ ജയിക്കുമ്പോൾ, അമേരിക്ക അവരുടെ യുദ്ധത്തിൽ ആഘോഷിച്ചപ്പോൾ ജപ്പാൻ ദുഃഖത്തിലായിരുന്നു. When the one nation rejoices in its victory, like when US rejoiced, Japan was in sorrow. മനുഷ്യൻ നേടുന്ന എല്ലാ ജയങ്ങളുടെയും പിന്നിൽ ആരുടെയോ പരാജയമോ ബുദ്ധിമോശമോ ഒക്കെയുണ്ട്. Whatever successes and the victory that man gets, someone is going through pain or going through defeat and sorrow. ഒരാൾ പ്രധാനമന്ത്രിയാകുകയോ ഒരാൾ മുഖ്യമന്ത്രിയാകുകയോ ചെയ്യുന്ന ജയത്തിന്റെ മേൽ പരാജയപ്പെട്ട ആരെയൊക്കെയോ പരാജയപ്പെടുത്തി ആരെയൊക്കെയോ ദുഃഖിച്ച ഒരു വലിയ സമൂഹമുണ്ട്. If there is someone who has become a chief minister or a prime minister, there is a group of people who have been hurted and been sorrowful and been under the rejection. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൽ ഒരാൾക്ക് പ്രധാനമന്ത്രിയാകുന്നതിനോ മുഖ്യമന്ത്രിയാകുന്നതിനോ ഭൂരിപക്ഷം ജനങ്ങളുടെ വോട്ട് വേണമെന്നില്ല. In this kinds of nations, to become a chief minister or prime minister, it need not be that he needs to have a majority of votes. എന്ന് പറഞ്ഞാൽ 1000 വോട്ടുണ്ടെന്നിരിക്കട്ടെ, That means if they have 1000 votes, രണ്ടുപേരാണ് അവിടെ ഇലക്ഷന് നിൽക്കുന്നെങ്കിൽ if two people are contesting for the election, 501 വോട്ട് ലഭിക്കുന്നവനാണ് ജയിക്കുന്നത്. the one who is receiving more than the half, 501, is the one. 499 പേര് അവിടെ ദുഃഖിതരാണ്. That means 499 people are very sorrowful there. എന്നാൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിൽ നമുക്ക് ഈ 1000 വോട്ടുമുണ്ട്, 100 ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുമുണ്ട്. But in a nation like India, there is 1000 votes and there are 100 people who are standing for election. അതുകൊണ്ട് 10 വോട്ടുള്ള കിട്ടിയവനും ജയിച്ചു വരാം. Even the one who has received just 10 votes are the one who are winning it. അപ്പൊ ഇവിടുത്തെ ജയങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ആ ന്യൂനതകൾ അതൊക്കെ താൽക്കാലികമാണ്, അതൊക്കെ ആരുടെയോ കണ്ണുനീരിന്റെ ഫലമാണ് എന്നൊക്കെ കാണാൻ കഴിയും. If we study the victories that are won here on the side of eternity, we see how the imperfections, that the shortcomings of the nuances of എന്നാൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം നേടിയ നേട്ടങ്ങൾ ഒന്നും ആരെയും ദുഃഖിപ്പിച്ചിട്ടല്ല. But the lion of the tribe of Judah, the victories that he has won, it is not hurted anyone. അത് നമ്മൾ ചിന്തിക്കുന്ന ജയവുമല്ല. And it is not a victory that we think of normally. അത് വേറെ ആഴമേറിയ കാര്യമാണ്. It is some other deep, mischievous thing. യോഹന്നാൻ ആ ശബ്ദം കേട്ടപ്പോൾ വലിയ സന്തോഷം. John heard that sound, he was so joyful. തന്റെ കർത്താവ്, താൻ ആരാധിക്കുന്ന കർത്താവ് ജയം പ്രാപിച്ചിരിക്കുന്നു സ്വർഗത്തിൽ പ്രഖ്യാപനമുണ്ടാകും. Lord, the one whom he worships, has prevailed. He is hearing the voice in heaven. നമ്മുടെ ജയത്തിന്റെ എല്ലാം പ്രഖ്യാപനം സ്വർഗത്തിൽ നിന്നായിരിക്കട്ടെ. Let all our victorious shouts come from heaven. അപ്പോൾ യോഹന്നാൻ ആ യഹൂദാ ഗോത്രത്തിലെ സിംഹത്തെ കാണാൻ ഒന്ന് ആഗ്രഹിക്കുകയാണ്. And the Lord and John is so desirous to see the lion of the tribe of Judah. സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്ന സമയത്താണ് യേശുവിനെ യോഹന്നാൻ കണ്ടത്. When the John was a very small person, as a disciple, he saw the Lord Jesus. അന്ന് തന്റെ ഗുരുവായ സ്നാപക യോഹന്നാൻ ഒരു പ്രസംഗം നടത്തി. That time his master, the John the Baptist, had one preaching. ഇത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Behold the Lamb of God who takes away the sin of the world. താൻ യോഹന്നാനോട് ചോദിച്ചു, എന്റെ ഭാഷയാണ്, യോഹന്നാനോട് ചോദിച്ചു, ഗുരു അങ്ങ് പ്രസംഗിച്ച ആളിനെ ഞാൻ കാണാൻ പോട്ടെ. In my language, he must have asked this John the Baptist, Master, shall I go and see the person whom you have preached? പൊക്കോ, അവിടെ പോയി താമസിച്ചോ, എനിക്ക് യാതൊരു വിരോധമില്ല. എന്റെ പണി ആളിന്റെ അടുക്കിലേക്ക് ആളെ വിടാനാണ്.
So he would have said, please go, my job is to send people to him. പിന്നെ യോഹന്നാൻ ഒരിക്കലും സ്നാപകയോഹന്നാന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല. Nowhere we see the disciple John coming back to John the Baptist anymore. യോഹന്നാന് നിരാശയും ഉണ്ടായില്ല. And John the Baptist was not sad about it. യഥാർത്ഥ ആത്മീയത അതാണ്. That is what is the true spirituality. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ There may be someone standing with us. വലിയ അനുഗ്രഹത്തിലേക്കാണ് പോകുന്നതെങ്കിൽ If they are going to a greater blessing, നമുക്ക് സന്തോഷമായിരിക്കും. we should be happy about it. അതാണ് നമ്മൾ യോഹന്നാനിൽ നിന്ന് പഠിച്ചത്, സ്നാപക യോഹന്നാൻ. That is what we study from the life of John the Baptist. പിന്നെ 3.5 വർഷം യേശുവിന്റെ കൂടെയാണ് യോഹന്നാൻ. In 3.5 years, his disciple John was going along with Jesus. യേശുവിന്റെ മാർവിൽ ചാരിക്കിടക്കുക യോഹന്നാൻ. Leaned on the bosom of the Lord Jesus. എന്തൊരു സ്നേഹമായില്ലേ? What a great love that we see him. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഒരു യോജിപ്പുണ്ടല്ലോ ഈ വെള്ളം കുടിക്കുന്നതിൽ. ഡോക്ടർ ജസ്റ്റ് പണ്ട് ഞാൻ വെള്ളം കുടിക്കുകയല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ഈ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടാണ് ഇടയ്ക്ക് കുടിക്കുന്നത്. I used to not drink water because let's try it. I'm drinking water. അപ്പൊ യേശുവിന്റെ മാർവിൽ ചാരിക്കിടന്നുകൊണ്ടാണ് ഈ യോഹന്നാൻ പ്രസംഗമൊക്കെ കേൾക്കുന്നത്. ദൈവമേ, അതൊക്കെ എന്തൊരു ഭാഗ്യമല്ലേ. And this disciple John is leaning on the bosom of the Lord Jesus and hearing his preaching. പിന്നെ യേശുവിന്റെ ക്രൂശീകരണം യോഹന്നാൻ കണ്ടു. Then he was seeing the crucifixion of the Lord Jesus. ആളെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറുള്ള രൂപത്തിലാണ് കാണുന്നത്. He saw Jesus disfigured, even not looking like a human being. പിന്നെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. Then he saw the resurrected Lord Jesus. അവസാനമായിട്ട് യേശുവിനെ അറസ്റ്റ് ചെയ്ത ആ കിദ്രോൻ തോട് കടന്ന ഗെത്സമനയിലൂടെ കയറിപ്പോയതുപോലെ തന്നെ യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ആ വഴിയെ നടന്ന് ആ ഒലിവുമലയിലൂടെ കയറി അതിന്റെ മുകളിൽ ചെന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. യേശുവും ശിഷ്യന്മാരും അതേ വഴി നടന്നു. Say the same Kidron Valley that they had passed towards the crucifixion, the same way they are going to the Mount Olivet, and there they see the ascension of the Lord Jesus. യോഹന്നാന്റെ മനസ്സിലൂടെ അനേക ചിന്തകൾ വന്നു. യേശു തന്നെ വിട്ട് കടന്നുപോയി. A lot of thoughts were coming to the mind of John, and soon the Lord Jesus was lifted up from him. പിന്നെ എത്രയോ നാളുകൾ യോഹന്നാൻ ആഗ്രഹിച്ചു യേശുവിനെ കാണാൻ. In so many days, John would have desired to see the Lord Jesus. പക്ഷേ തനിക്ക് അങ്ങനൊന്നും കാണാൻ കഴിഞ്ഞില്ല. But he couldn't see like that anytime. താൻ ഇങ്ങനെ അപ്പോസ്തലനായിട്ട് ടർക്കിയുടെ മേഖലയിലൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചാണ്. He became an apostle and was working in the regions of modern Turkey. പിന്നെ യേശുവിനെ കാണാൻ സഹായിച്ച റോമക്കാരാണ്. Then the people who helped him to see the Lord Jesus were the Romans. അവര് പിടിച്ച് യോഹന്നാനെ കൊണ്ടുപോയി പത്മോസിലോട്ട് ഒരൊറ്റ ഏറെങ്ങെറിഞ്ഞു. Romans all caught him and put him in the island of Patmos. ഈ ചില ആൾക്കാരുടെ ചിന്ത ഈ സുവിശേഷകരെയൊക്കെ കള്ളക്കേസിൽ കുടുക്കുക, ജയിലിൽ അടയ്ക്കുക, പള്ളി തകർക്കുക, ഇതൊക്കെ ചെയ്താൽ യേശു കർത്താവിന്റെ മാർഗം തകർന്നു പോകുമെന്നാണ് ചില ആൾക്കാരുടെയൊക്കെ ധാരണ. Some people's thoughts is that if people threaten this evangelist, put false cases upon them, put them in the jail, they can destroy the way of the Lord Jesus. അധികാരങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് നുണ പറഞ്ഞും ഏത് ദൈവദാസന്മാരെ, ഇന്ത്യയിൽ ഒത്തിരി ദൈവദാസന്മാർ കള്ളക്കേസിൽ കുടുക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. With authorities and the false laws that are made, they make lot of charges on the many ministers of God in India are caught in this, and they are in the jail serving a term, and they are being troubled by it. ഇന്ത്യയിൽ ഒരു ഉണർവുണ്ടാകുമെന്നും ക്രിസ്തുവിന്റെ മാർഗം വളരുമെന്നും ഉള്ളതിന്റെ മുന്നറിയിപ്പുകൾ മാത്രമാണ്. That is just this proclamation that there will be a great revival in India, and the way of the Lord Jesus will be going forward in a greater manner. വലിയ റിസർച്ച് ഒന്നും വേണ്ട, ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി. There is not much research required. Just look at the history and you will know it. ഭാരതത്തെ ദൈവം സ്നേഹിക്കുന്നു. The Lord Jesus loves our nation India. യോഹന്നാനെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് യേശുവിനെ നല്ലതുപോലെ ഒന്ന് കാണിക്കേണ്ടതിന് കൊണ്ട് നീറോയെ, ഡൊമീഷ്യനെയൊക്കെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവർക്കും ദൈവം പ്രതിഫലം കൊടുക്കട്ടെ. Because God loved John so much that he had to see Jesus even more. He raised a Nero and Domitian to and let him get rewards for that. പീഡകളും കഷ്ടതകളും നമ്മളെ അനുഗ്രഹത്തിലേക്ക് മാത്രമേ നയിക്കൂ. The persecutions and the sufferings will lead us into greater blessings.
അങ്ങനെ യോഹന്നാൻ പത്മോസിൽ ചെന്നത് കൊണ്ടാണ് യേശുവിനെ അഗ്നിയാലയ്ക്കൊത്ത കണ്ണ്, വെള്ളോടിന് സദൃശമായ കാല്, മാറത്ത് പൊൻകച്ച, ഇതെല്ലാം ഈ രൂപത്തിലെല്ലാം കണ്ടത്. Because the Apostle John landed up in island Patmos, where he sees the Lord Jesus with the eyes as a flame of fire, with the dress with white as snow, and he's seeing him in greater manner. ആ ഗോൽഗോത്തായിലെ ആ രംഗം മറക്കാനായിട്ട് യോഹന്നാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഈ രംഗമൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷമായി. He was desirous that he has to forget the figure that he saw in Golgotha, and when he saw the Lord Jesus glorified, he forgot all those things. പക്ഷെ കർത്താവ് വീണ്ടും തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. 6-ാം വാക്യം. But again the Lord is taking him back to that same vision. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. I looked, and behold, in the midst of the throne and of the 4 living creatures, and in the midst of the elders stood a lamb as though it had been slain. സ്വർഗത്തിലും യേശുവിനെ ഒരു കുഞ്ഞാടായിട്ട് കാണുന്നു. Even in heaven, Jesus is seen as a lamb. താൻ യേശുവിനെ കുറിച്ച് കേട്ട ആദ്യത്തെ പ്രസംഗം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ളതാണ്. The first message that he heard about the Lord Jesus is the Lamb of God who carries the sin of the whole world. പിന്നെ അങ്ങനെയുള്ള പ്രസംഗം താൻ കേട്ടിട്ടില്ല. Later on, he didn't hear those kind of messages. യോഹന്നാൻ വരച്ചു കാണിച്ച യേശു ഇവിടെ ഇതാ അക്ഷരാർത്ഥത്തിൽ അറുക്കപ്പെട്ട പോലെ നിൽക്കുന്നു. Jesus who was described by John the Baptist, here we see the lamb who has to be slain. എന്താണ് അറുക്കപ്പെട്ട പോലെ നിൽക്കുക എന്ന് പറഞ്ഞാൽ? What is the meaning that the lamb as though it had been slain? What is the meaning of it? ഒരു ആടിന്റെ കഴുത്തറുത്താൽ എങ്ങനെ കാണുമോ അതുപോലെയാണ് നിൽക്കുന്നത്. Like a lamb, when the neck is cut open, how it is standing, the same way he's seeing the lamb that is slain there. പക്ഷേ ഇത് തലയറുത്തിട്ട് വീണിട്ടില്ല, അവിടെ നിൽക്കുകയാണ്. But it's not that it is cut off the head and fallen off. It is standing there. യഹൂദന്മാരും റോമക്കാരും ഓർത്തു യേശുവിന്റെ ക്രൂശീകരണത്തോടു കൂടി എല്ലാം തീർന്നു വന്ന. Jews and the Romans thought by the crucifixion of the Lord Jesus that everything they are done away with him. പക്ഷേ യേശു വീണില്ല. Little did they know that Jesus did not fall off. യേശു നിൽക്കുകയാണ്. He is still standing. എവിടെ നിൽക്കുന്നു? Where is he standing? 24 മൂപ്പന്മാരുടെ നടുവിൽ നിൽക്കുന്നു. He is standing in the midst of the 24 elders. 4 ജീവികളുടെ നടുവിൽ നിൽക്കുന്നു. Standing in the midst of the 4 living creatures. യേശു കർത്താവിന്റെ സ്ഥാനം എപ്പോഴും ആ മിഡിലാണ്, മധ്യത്തിലാണ്. Position of the Lord Jesus is always in the center, in the midst of them. ത്രിത്വം നോക്കുക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ. പുത്രൻ ആ മിഡിൽ പൊസിഷനാണ്. See the trine God, the Father, Son and the Holy Spirit. Jesus in the middle. കർത്താവ് പറയാണ്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. Jesus says that where 2 or 3 are gathered, in the midst of them I am there. കേരളത്തിലെ ഈ കുർബാനയോടുള്ള ബന്ധത്തിൽ മനുഷ്യമുഖമായിട്ട് നിൽക്കണമോ ത്രോണോസിന് അഭിമുഖമായി നിൽക്കണമോ എന്നുള്ളതാണ് വലിയൊരു ചർച്ച. In the Kerala, there's a great research going on in the times of the communion. Should they stand with the face of man or with the stand of Kronos? കുർബാന നടത്തുമ്പോഴ് ഈ ജനത്തിന് അഭിമുഖമായി നിൽക്കാതെ കിഴക്കോട്ട് നോക്കി അല്ലെങ്കിൽ അവിടുത്തെ നടത്തുമ്പോൾ അത് ജനത്തെ അപമാനിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ ജനത്തിന് അഭിമുഖമായി നടത്തണമെന്ന് ഒരു കൂട്ടരും മറ്റൊരു കൂട്ടർ അങ്ങനെ പാടില്ലെന്നും പറഞ്ഞു വാദിക്കുകയാണ്. So when they conduct the communion, they are one group says that they have to face the congregation, and another says they face the east. They are going through a lot of researches over it. ചെറിയ ആൾക്കാരൊന്നുമല്ല. These are not some small people there. വലിയ ചർച്ചകളും അതുപോലെ തന്നെ വലിയ ജാഥകളും എതിർപ്പുകളും ലേഖനങ്ങളും കൊണ്ടെല്ലാം മുഖരിതമാണ്. Big researches, strikes and letters written across each people are going on behind. ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴേ ദുഃഖവും ചിരിയും വേദനയും എല്ലാം വരും. ഇതിനൊക്കെയാണോ നമ്മൾ സമയം ചെലവിടേണ്ടത്? A person who was born from a Hindu family, when I hear all this, there's time sorrow to laugh over and thinking, is this the things to spend time with?
മനുഷ്യന്റെ ബാക്കും ഫ്രണ്ടും എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നീ എങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ എന്താ കുഴപ്പം? നിന്റെ ഹൃദയമാണ് ഏറ്റവും പ്രധാനം. The one who created the front and the back of the human being, whatever direction you're turning, it is your heart that desire, that is matter to God. സർവ്വവ്യാപിയായ ദൈവത്തിന് ഒരു ദിക്കുണ്ട്. For the one who is omniscient, is there a side for him? കിഴക്കോട്ട് നോക്കി ഉള്ള പ്രാർത്ഥനകളും ആരാധനയിലും എന്തെങ്കിലും യുക്തിയുണ്ടോ? Is there any role, logic to you direct your worship towards the east? ഉരുണ്ട ഭൂഗോളത്തിന് കിഴക്കെവിടെ, തെക്കെവിടെ, വടക്കെവിടെ, പടിഞ്ഞാറെവിടെ, ഇതൊക്കെ നമ്മുടെ ഒരു സാങ്കല്പികമല്ലേ? For a spherical globe, where is the north, south, and east, west? These are all our own inventions. സാങ്കല്പികമായ ചിന്തയ്ക്ക് ചില കാര്യങ്ങൾ നല്ലതാണെങ്കിൽ പോലും ആത്യന്തികമായിട്ട് അതിലൊക്കെ എന്താ അർത്ഥമിരിക്കും? Though imaginary, we may all imagine something, but what is the meaning attached to it? അമേരിക്കയിലുള്ള ഒരു ക്രിസ്ത്യാനി കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഇന്ത്യയിലുള്ള ഒരു ക്രിസ്ത്യാനി കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ സ്പേസിൽ നിന്ന് എടുത്താൽ എങ്ങനെ ഇരിക്കും? If you take a photo of a person standing towards east from America, another from India, if they take a photo, how will it be? രണ്ടും അഭിമുഖമായിട്ട് നിൽക്കും. It will be they are facing each other. ഇങ്ങനെയൊക്കെ എന്താണ് ജനങ്ങൾ ചിന്തിക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. I often wonder why people do not think in this way. സൂര്യാരാധനയുമായി ബന്ധപ്പെട്ടാണ് ഈ കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന വന്നത്. This worship towards the east was towards this worship of the sun god. അതിനെ ദൈവം എതിർക്കുന്നതായിട്ട് എസെക്കിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. And we see in Ezekiel that God is against those kinds of worship. പിതാവായ ദൈവമോ പുത്രനായ ദൈവമോ പരിശുദ്ധാത്മാവോ കിഴക്കോട്ട് തിരിഞ്ഞ് ആരാധിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. Father or the Son and the Holy Spirit, God have never said or written anywhere that you have to turn towards east and pray. പഴയ നിയമ പ്രവാചകന്മാരോ പുതിയ നിയമ അപ്പോസ്തലന്മാരോ ഒരിക്കലും ആരോടും ഒരിടത്തും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. The Old Testament prophets or the New Testament apostles never have said to anyone that you have to turn towards the east and pray. അതൊക്കെ കൊച്ചു കൊച്ചു മനുഷ്യന്റെ ചിന്തകളാണ്. Those are all thoughts of the small human beings. ഈ സ്പേസിനെ കുറിച്ച്, ഈ ഭൂമിയെ കുറിച്ച്, ദൈവത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്ത എത്ര ബാലിശമാണ് എന്നോർത്ത് ചിരിച്ചു പോകും നമ്മൾ. When you learn about the space and the earth and lot of things, universe, how fragile and little are our thoughts we will think about. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ വരാം. That is why the Lord said, where 2 or 3 are gathered in my name, I am in their midst of them. കർത്താവിന് പ്രത്യേക ദിക്കൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. No great direction, specific direction for him. ഇവിടെ നമ്മുടെ കർത്താവ് ഈ 24 മൂപ്പന്മാരുടെ ഇടയിൽ നിൽക്കുകയാണ്, Here we see നടുക്ക് നിൽക്കുകയാണ്, standing in the midst of these 24 elders. ക്രൂശിലും നമ്മൾ കർത്താവിനെ കാണുന്നത് ആ 2 കള്ളന്മാരുടെ മധ്യത്തിലാണ്. We see Jesus also on the cross between the 2 thieves. ഇവിടെ യഹൂദാ ഗോത്രത്തിലെ സിംഹത്തെ കാണാൻ നോക്കിയ യോഹന്നാൻ കാണുന്നത് സിംഹത്തെ ഒന്നുമല്ല. Here John is desiring to see the lion of the tribe of Judah, but he is not seeing a lion there. അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. He is seeing the lamb who was slain. ഇവിടെയാണ് അതിന്റെ ജയത്തിന്റെ മർമ്മം ഇരിക്കുന്നത്. This is where the secret to the victory that he was prevailing over. ആരെയും അറുക്കുന്നതിലൂടെയല്ല ജയം, സ്വയം അറുക്കപ്പെടുന്നതാണ് ജയം. It is not that someone he is going and killing over, but the one who is self-slain. ആരെയും കൊല്ലുന്നതല്ല, കൊല്ലപ്പെടുന്നതാണ് ജയം. It's not that he has killed someone, but he is the one who has been killed. ക്രിസ്ത്യാനത്തിന്റെ ആഴമേറിയ മർമ്മമാണ്. This is the deep mystery of Christianity. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഇങ്ങനെ എഴുതി, the blood of the saints became the seed of the church of God. That is why the historians wrote like this, the blood of the saints has become the seed of the word church of God. കൊല്ലുന്നവനല്ല ജയിക്കുന്നത്, കൊല്ലപ്പെടുന്നവനാണ്. It is not the one who is killing that is winning, but the one who is being killed. ഹിറ്റ്ലറിന്റെ ചരിത്രവുമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. To learn along with the history of Hitler, we will understand it. മുസോളിനിയുടെ ചരിത്രവുമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. If we know the history of Mussolini, we will understand it. അനേകരെ കൊല്ലുവാനും അതിനുപദേശിച്ചവരുടെയും ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
the one who was instructed to kill so many people. If you understand the teachings, you will understand the meaning of it. അതൊരാഴമേറിയ മർമ്മമാണ്. That's a deep mystery. ക്രിസ്തീയ മാർഗത്തിന്റെ വളർച്ചയും അനേകർ യേശുവിന്റെ നാമത്തിൽ കൊല്ലപ്പെട്ടത് കൊണ്ടാണ്. The growth of the Christian way is because many people were martyred in the name of Jesus. സെയിന്റ് ഗ്രഹാമും കുഞ്ഞുങ്ങളും ഒറീസയിൽ കൊല്ലപ്പെട്ടതിനു ശേഷം ആയിരക്കണക്കിന് യേശു ഭക്തന്മാർ, ക്രിസ്തു ഭക്തന്മാർ ഒറീസയിൽ ഉണ്ടായി. Graham's chains and his children, when they were burnt alive, after that thousands of people were there, followers of Christ risen up from Orissa. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ മക്കൾ ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ലായിരുന്നു. He had lived, his children had lived over to win over so many followers of Christ from in that place was not possible. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടരുത്. Therefore, do not be afraid of death. അനുഭവസാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ഒരു അനുഭവസാക്ഷ്യം പറയാൻ ഇപ്പോൾ പ്രേരണ വരുന്നു. I have not shared the life experience, but I am now prompted to share one experience from my life. ഒരു കാലഘട്ടത്തില് ഞങ്ങളെ പോലുള്ള കൺവേർട്സുകൾക്ക് വലിയ എതിർപ്പുകളും വധഭീഷണിയും ഉള്ള ഒരു സമയമുണ്ടായി. There was a point in time for those kinds of people who, like us, who have been converted. There were a lot of threats from the religious way people. ഞങ്ങൾ ഒരു യോഗത്തിന് ചെല്ലുന്നതിന് മുൻപേ അവിടെ വാൾ പോസ്റ്റുകളും നോട്ടീസും പേപ്പർ പരസ്യങ്ങളും ബാനറുകളും ഒക്കെ യോഗത്തിന്റെ സംഘാടകർ പ്രസിദ്ധീകരിക്കും. Before we go to a meeting, they would have advertised everything in the wall poster and the flyers there. അതിൽ എന്റെ പേര് കാണുമ്പോൾ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. As my name in that poster, problems start. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് ഒരു പേടി ഒക്കെ മനസ്സിൽ വന്നു. മനുഷ്യനാണല്ലോ. That time, humanly speaking, I also went through a certain kind of fear. ആ സന്ദർഭത്തില് അമേരിക്കയിലെ ഡാളസില് ഒരു സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളൊരു ക്ഷണം എനിക്കുണ്ടായി. In that, I got an invitation to speak in a church in Dallas. റോയ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ടെലിഫോണിൽ എന്നെ വിളിക്കുമായിരുന്നു. So brother Roy, who had conversed to me in telephone. അത് കഴിഞ്ഞ് രണ്ട് വ്യക്തികൾ മുണ്ടിയപ്പള്ളിയിൽ വന്ന്, ഡാലസിൽ നിന്ന് വന്ന് എന്നെ ക്ഷണിച്ചു. So after that, two people from Dallas came to Mundiapalli to invite me in person. അതിൽ ഞങ്ങളുടെ ശരൺ ഫെലോഷിപ്പിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കിടങ്ങന്നൂർ പാസ്റ്റർ PM വർഗീസ് സാറിന്റെ മകൻ ഫിന്നിയാണ്. ഫിന്നിയും മറ്റൊരു ആളും ക്ഷണിക്കുകയുണ്ടായി. There was Pastor Finney, who was pastor of the General Secretary of Sharon Fellowship Son. He was one of them who had come to invite us. അപ്പൊ ഇങ്ങനെ ഫോണിലൂടെയും നേരിട്ടും വെമ്പാലയില് ഞാൻ വളരെ ബഹുമാനിച്ചുകൊണ്ടിരുന്ന ഒരു അച്ചായനുണ്ടായിരുന്നു. അച്ചായന്റെ മകന്, അദ്ദേഹത്തിന് ആ മകൻ ഇന്ന് തൃശ്ശൂര് ഒരു ബൈബിൾ സ്കൂളും ഒക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവിടേക്ക് ക്ഷണിച്ചു. I was having an honorable person whose son is now having a Bible college in Thrissur. So he also came there to invite me. അപ്പൊ ഇത്രയും ആയപ്പോൾ ഈ തല്ലും കൊല്ലും വെട്ടും, അപ്പൊ ഞാന് ആർ കൃഷ്ണൻകുട്ടിയൊക്കെ ഇങ്ങനെ ഈ ഹിറ്റ് ലിസ്റ്റിലാണ്, ചില സുവിശേഷ വിരോധികളുടെ ഹിറ്റ് ലിസ്റ്റിലാണ് എന്ന് ഒരാൾ എന്നോട് പറയുകയും ചെയ്തു. So people who were with me, people who were threatening me, I was like in the hit list of those who are trying to kill those people who are enemies to the gospel, and I was one among them. അങ്ങനെയാണെങ്കിൽ അങ്ങ് പോയേക്കാം, ഇവിടുന്ന് സ്ഥലം വിടാമെന്ന് ഞാനും തീരുമാനിച്ചു. So I thought if it is like that, then I'll also leave this place, and I was deciding like that. അങ്ങനെ ഞാൻ ഡാളസിൽ ചെന്നു. Like that, I went to Dallas. എന്നെ രാജു ആനി ആ കുടുംബം അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. My family, Raju and the family made me stay in their home. സിസ്റ്റർ ആനിയുടെ വീട് മദ്രാസിലെ കോടമ്പാക്കം, അവിടെ നല്ലൊരു കുടുംബം. അതുപോലെ തന്നെ രാജുവിന്റെ കുടുംബം ഞങ്ങളുടെ ശാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഫൗണ്ടർ പ്രസിഡന്റിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ആ കുടുംബത്തിലെ ഒരു ആങ്ങളെയാണ്. Jani's home is in Kodambakam, and brother Raju was related to the founder of the Sharon Fellowship. അപ്പൊ എനിക്ക് അവിടെ ഒരു മുറി, അവർക്ക് 2 മക്കളാണ്. ആ മുറിയില് ഈ രാജുവിന്റെ മകൻ ആരെയും കയറ്റുകയില്ല, അത് പാസ്റ്ററുടെ മുറിയാണ് എന്ന് പറഞ്ഞ അവനാണ് ആ മുറിയൊക്കെ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പോലൊക്കെ നിൽക്കുന്നത്.
So they gave me a room. They had 2 children, and he said, "This is especially this room is kept for the pastor." He was like a guard there. അവിടെ ഹോളിഡേ ഇൻ പോലുള്ള ഹോട്ടലിന്റെ ഓഡിറ്റോറിയങ്ങളിലൊക്കെ യോഗങ്ങൾ അവർ എനിക്ക് വേണ്ടി ക്രമീകരിച്ചു. So they had auditorium meetings there, like a Holiday Inn type of auditoriums. ജോലിയൊക്കെ കഴിഞ്ഞ സഹോദരങ്ങൾ അവരുടെ വണ്ടിയുമായിട്ട് വരും, എന്നെയും കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകും. People who have finished their work and they'll come with their vehicles, they'll take me to certain places. എനിക്കൊരു പ്രയാസവും വരരുതെന്ന് അവർ ആഗ്രഹിച്ചു. They were desiring that I should not be having hurt through by any way. പക്ഷെ ഞാൻ ആ എയർ കണ്ടീഷൻ ബാത്റൂം പോലും എയർ കണ്ടീഷൻഡ് ആണ്, ആ വീട് മുഴുവൻ. പക്ഷെ ഞാൻ ഉള്ളിൽ വേർത്തുകൊണ്ടിരുന്നു. So the whole house is, even the bathroom is air conditioned, but me inside I was sweating. അവരെന്നെ സ്നേഹിക്കുന്നു, കർത്താവിന്റെ ദാസൻ എന്നുള്ള നിലയിൽ സ്നേഹിക്കുന്നെങ്കിലും ഞാൻ അവിടെ ചെന്ന ആത്മഭാരം കൊണ്ടൊന്നും അല്ല. Though they are loving me as a servant of God, I didn't go there because I had burden for souls or something. അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഒരു പ്രവാചകനും അറിയത്തില്ല. That was only known to me. No prophet also knew about it. ഈ ഇവിടുന്ന് തല്ലുകൊള്ളാതിരിക്കാൻ രക്ഷപ്പെട്ടതാണ് ഞാൻ, കൊല്ലാതിരിക്കാൻ. Yeah, so that I will not be beaten up or killed up. I had escaped from here. പക്ഷെ അതുകൊണ്ട് ഞാനിങ്ങനെ വേർക്കുകയായിരുന്നു. Because of that, I was going through lot of internal turmoil. പിന്നെ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങി. I returned back to India. ഭയങ്കര സന്തോഷമായി. I was so happy about it. അപ്പൊ ഞാൻ ആ പ്രശ്നം നടക്കുന്ന സമയത്ത് അതിരൂപൻ എന്ന് പറയുന്ന ഒരാൾ തിരുവല്ലയിലുണ്ട്. So when this problem was here, there was a person called Adiruban in Tiruvalla. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സഹോദര, അടിയൊക്കെ കിട്ടുന്നുണ്ടോ, പ്രശ്നമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. I asked him, brother, how are you? Are you being beaten up? How are the problems going on? അപ്പൊ അദ്ദേഹം എന്നോട് രസകരമായ ഒരു കാര്യം പറഞ്ഞു. That time he told me an interesting thing. പാസ്റ്ററെ, ഈ പുഷ്പഗിരി ആശുപത്രിയിൽ ഒന്ന് പോണം. He told me, Pastor, you have to visit this Pushpagiri hospital. കാലും കൈയും ഒക്കെ ഒടിഞ്ഞിരിക്കുന്നവരെ ഇടുന്ന വാർഡിലേക്ക് ഒന്ന് പോണം. You have to go to the ward where people are being their legs and hands are broken. അവരെയൊക്കെ ഒന്ന് കാണണം. You have to go and see how they are. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, Then he is telling me, ബാത്റൂമിൽ പോയപ്പോൾ കാല് തന്നെ നടുവൊടിഞ്ഞവരും, people who went the slipper fell in the bathroom. നടക്കാനിറക്കിയപ്പോൾ വണ്ടി ഇടിഞ്ഞ് മുട്ടൊടിഞ്ഞവരും, When they stepped out, they were hit by the vehicle, they broke their leg. ആവശ്യമില്ലാത്ത അഭ്യാസം കാണിച്ചിട്ട് നടുവിന് വേദന ഉണ്ടായവരും, People who exercised excessively and had a great back sprain. ഇങ്ങനെയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. All these type of people are there admitted. എന്റെ പൊന്നു പാസ്റ്ററെ, കർത്താവിന് വേണ്ടി 2 അടി മേടിച്ചു പോയി കിടക്കുകയാണ്, ഇതിനേക്കാൾ നല്ലതല്ലേ അത്? My dear pastor, if you have been beaten up for the Lord and go sleep there, it's so great opportunity. ഒരു ഭയങ്കര ചിന്തയായിട്ട് എനിക്ക് തോന്നി. I thought that was a great thought that he had shared with me. ആരും നമ്മളെ ഉപദ്രവിച്ചില്ലെങ്കിലും കാലൊടിയാനും കൈയൊടിയാനും കഴുത്തൊടിയാനും ഒന്നും സുവിശേഷ വേല ചെയ്യണമെന്നൊന്നുമില്ല. Though no one may persecute us for breaking your head, hand or leg, you don't have to be just doing the gospel alone. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് പോയി. In that situation, I went to a meeting in Ernakulam. ആ കൺവെൻഷൻ കഴിഞ്ഞ് ഡോക്ടർ സോളമന്റെ വീട്ടിൽ. After that convention, I went and stayed in the house of Dr. Solomon. രാവിലെ 5 മണി വരെ ഞങ്ങൾ അവിടെ ഇങ്ങനെ സംസാരിച്ചു. ഒരു 3 മണി വരെ. Till morning 3 a.m. we were there preaching. അവിടെ ഞങ്ങൾ മുണ്ടിപ്പള്ളിയിലേക്ക് വരികയാണ്. And then we were traveling to Mundiapalli. എന്നോട് കൂടെ ഞാൻ പോയത് പാസ്റ്റർ ജെയിംസ് എന്ന് പറയുന്ന വള്ളംകുളംകാരനായ ഒരു ദേവദാസന്റെ കാറിലാണ്. So I went in a car of Pastor James in that car. ഏകദേശം ഒരു 6 മണി അവിടെ അടുത്ത സമയത്ത് പാസ്റ്റർ ജെയിംസും ഞാനും ഞങ്ങളുടെ മുണ്ടിപ്പള്ളിയിലെ വീട്ടിലെത്തി. About 6 a.m. Pastor James and me, we reached my home in Mundiapalli. എന്റെ ഭാര്യ വന്ന് കതക് തുറന്നു. My wife came and opened the door. ഞങ്ങൾ വീട്ടിലേക്ക് കയറിയപ്പോൾ വേറൊരാളും കൂടെ അവിടെ വന്നു. As we entered the home, another person also came there. പ്രവാചകനാണ്. He was a prophet. എനിക്ക് അന്നും ഇന്നും ഇഷ്ടമാണ് ആ ടൈപ്പ് പ്രവചനം. For me, that time and this time also, I like those kind of prophecies. പുള്ളി വന്ന് നിന്ന് അങ്ങ് പ്രവചിക്കുകയാണ്, പിന്നെ അല്ലാതെ അന്യഭാഷ പറയുകയോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കുകയൊന്നും അല്ല. ദൂതമായിട്ടാണ് വന്ന് അങ്ങ് പ്രവചിക്കുകയാണ്.
He came with a message, didn't have created any atmosphere. He just came and started prophesying. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവദാസനെ, ദൈവം എന്നോട് 2 പ്രാവശ്യം നിങ്ങളോട് ഈ ദൂത് പറയാനായിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. Servant of God, the Lord told me to say 2 times this message too. That's why I came with this prophecy. ആ ടൈമിംഗ് ഒക്കെ എനിക്ക് അത്ഭുതം തോന്നി. I was so astonished by the timing of it. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അടുത്ത 10 ദിവസത്തിനുള്ളിൽ സുവിശേഷ വിരോധികൾ നിങ്ങളെ വെട്ടിക്കൊല്ലും. Oh, he said in the next 10 days, people who are enemies to the gospel will slaughter you. പല കാര്യത്തിലും ഞാൻ പേടിയുള്ള ഒരാളാണെങ്കിലും ഈ ദൂത് കേട്ടിട്ട് പേടി വന്നില്ല. Though I am afraid of many certain things, but after hearing this message, I didn't have that kind of fear. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. Because in those days there was possibility of happening like that. ഉടനെ ഞാൻ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. Immediately I asked him a question. ഇത് ന്യായവിധിയാണോ? Is it a judgment? ദൈവത്തിന്റെ ഒരു ന്യായവിധിയിൽ അങ്ങനെ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I do not want to and desire to die in the judgment of God. ഞാൻ എന്തെങ്കിലും പാപം ചെയ്തത് കൊണ്ട് ദൈവം എന്നെ കൊല്ലാൻ പോവുകയാണ്. Is it because I did any sin that God is going to kill me? അങ്ങനെ എനിക്ക് മരിക്കണ്ട. I'm not desiring to die like that. ഞാൻ ഇപ്പോൾ ഇവിടെ വീഴുകയാണ്, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ. Now I'm falling down in fasting and prayer. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിക്കാൻ തയ്യാറാണ്. I'm ready to set apart and reorganize everything in my life. അപ്പൊ അതൊന്ന് ഓർപ്പിച്ചാൽ മതി. And you can tell me about it. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ന്യായവിധി ഒന്നുമല്ല. And he said it is not a judgment like that. എനിക്ക് വലിയ സന്തോഷമായി. So I was so happy about it. ദൈവം തന്ന കൃപയിൽ ഞാൻ ആ ദൂത് അവിശ്വസിച്ചില്ല, ഞാൻ ഭയപ്പെട്ടില്ല. By the grace of God, I did not disbelieve that prophecy or get into fear. ഒരു നിമിഷം പോലും ഇത് മാറിപ്പോകാൻ പ്രാർത്ഥിച്ചില്ല. And not even 1 minute I prayed, Lord God, remove this. മനസ്സിന്റെ ഒരു കോർണറിലും അത് ആഗ്രഹിച്ചില്ല. And I didn't desire in any corner of my mind. ആഗ്രഹിക്കരുത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. It's my principle that I do not want to know about it. സ്വാഭാവികമായിട്ടും എന്റെ ഭാര്യ പ്രഭയ്ക്കും ഇതിനിടയ്ക്ക് ഞങ്ങളെ വെല്ലൂര് വന്നതിന് ശേഷം പ്രഭ എല്ലാ ദിവസവും ഞങ്ങളുടെ ഫാമിലി പ്രേയറിലെ ഡോക്ടർ ജസ്റ്റിനും ജിജായ്ക്കും ഡോക്ടർ ഷെറിനും സ്നേഹയ്ക്കും ഡോക്ടർ നവീനും ഷേതയ്ക്കും എല്ലാം ഇങ്ങനെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ട്. So after we came back from Vellore, every day my wife Sister Prabha, he prays for all the daughters and their wives here. ഞാൻ അങ്ങനെ പേര് പറഞ്ഞൊന്നും പ്രാർത്ഥിക്കാറില്ല. എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ എന്റെ വൈഫ് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നില്ല. I don't mention name like that frequently, but I pray, but my wife prays and like that. പുള്ളിക്കാരിക്ക് അത് വലിയ വേദനയായി. And she was so concerned about that prophecy. പാസ്റ്റർ ജെയിംസിനും അത് വേദനയായി. Pastor James also became very sorrowful about it. അവര് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. They prayed with crying for that. അതുകൊണ്ടൊരു പക്ഷേ ദൈവം ഹിസ്കിയാവിനെ ആയുസ് കൂട്ടിയതുപോലെ എനിക്ക് ആയുസ് കൂട്ടി തന്നായിരിക്കാം, അറിഞ്ഞുകൂടാ. That may be that because the Lord elongated the life of Hezekiah, prolonged it, the Lord may have added life. ഏതായാലും ഇതുവരെയും കൊല്ലപ്പെട്ടില്ല. Anyhow, till now I was not martyred. നാളെ കൊല്ലപ്പെട്ടാലും ദുഃഖമൊന്നുമില്ല. Even if I'm martyred tomorrow, I'm not sad about it. ക്രിസ്ത്യ മാർഗത്തിന്റെ വളർച്ചയുടെ രംഗം, കാതലായ ആത്മീകതയുടെ അടിസ്ഥാനം അറുക്കപ്പെടുക എന്നുള്ളതാണ്. The root of the Christian growth is true. Spirituality is being slain. അറുക്കപ്പെട്ടാൽ നീ ജയം പ്രാപിക്കും. If you are slain, you will prevail. പലർക്കും വാങ്ങിക്കുവാൻ കഴിയാത്ത ചിലത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയും. So many things that we cannot receive, many people cannot receive, but we can receive because we have. പലർക്കും തുറക്കുവാൻ കഴിയാത്ത പലതും നിനക്ക് തുറക്കുവാൻ കഴിയും. Things which many people cannot open, you can open because you have prevailed. പക്ഷെ പാപത്തിൽ മാത്രം മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളണം. But be careful that you do not die to sin. യേശുവിന്റെ മരണം ഒരു പരാജയമായിരുന്നില്ല. The death of the Lord Jesus was not a defeat. അത് ജയിച്ചു എന്ന് ചിന്തിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ പരാജയമായിരുന്നു. It was the
it was the defeat of the Romans who thought they had won over him. യേശുവിന്റെ മരണം ഒരു പരാജയമായിരുന്നില്ല, അത് പരാജയമായിരുന്നു തങ്ങൾ ജയിച്ചു എന്ന് ചിന്തിച്ച യഹൂദ മതത്തിന്റെ പരാജയത്തിന് കാരണമായി. The death of the Lord Jesus was not a defeat, and that it was a defeat whom the Jews thought they went it. സാത്താന് അതൊരു പരാജയമായി തോന്നി, പക്ഷേ അവന്റെ ഏറ്റവും വലിയ പരാജയം യേശുവിന്റെ മരണത്തിലാണ് സംഭവിച്ചത്. Satan thought he had defeated the Lord Jesus, but his greatest defeat was through the death of the Lord Jesus. യഹൂദ ഗോത്രത്തിലെ സിംഹം ആണ് യേശു, പക്ഷേ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് ജയിച്ചത്. It is true that the line of Judah is the Lord Jesus, but the slain lamb was the one who won. സിംഹമാണ് ജയിക്കേണ്ടത്. Usually it is the lion who should win, പക്ഷെ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് ജയിച്ചത്. but it was the lamb who was slain who prevailed. അതിന്റെ മർമ്മങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കും. The mysteries concerning it, if the Lord will, we will be meditating it upon it in the coming. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May the Lord bless you with these. നമ്മുടെ കർത്താവ് യോഗ്യൻ. The Lord is worthy. പുസ്തകം വായിക്കാൻ യോഗ്യൻ. The Lord who is worthy to receive the scroll. അത് തുറക്കാൻ യോഗ്യൻ. Is worthy to open the scroll. ആരാധനയ്ക്ക് യോഗ്യൻ. He is worthy of all worship. സ്തുതിക്ക് യോഗ്യൻ. He is worthy of all praises. മഹത്വത്തിന് യോഗ്യൻ. He is the one who is worthy of all glory. മൂപ്പന്മാരെ പോലെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ കാൽക്കൽ വീണ് നമുക്ക് ആരാധിക്കാം. Shall we fall down like those 24 elders and to the slain lamb and give our worship to him? കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. May the Lord bless you with these words. Amen. Amen. Praise God. Praise God for the wonderful way that the Lord has spoken to each one of us. Behold the Lamb who takes away the sin of the whole world. Amen. The Lord has spoken to us powerfully through His servant and through all that we have heard. Let's take some time to thank the Lord for what He has poured out into our lives. The Lord has spoken to us powerfully. His word has come to us in a great manner. Let's submit our lives to Him and pray to God. Lord, we thank you for the word that we have heard. We are here, Lord, to establish into our hearts. It's not by winning deceitfully, but by the Lamb who was slain, He prevailed and was worthy to open the scroll. And what a privilege it is to be called the children of our Lord Jesus, that we have also called to walk in that victory. Amen. Let's give glory to God and thank Him for the wonderful word that we have heard. And let's all bow our heads in prayer. Let's ask God, Lord, whatever we have heard, we want to make it into a practice into our lives. And it should be, Lord, a meaning, Lord, that we would walk in that victory and live for you all the days of our life. Whatever persecutions may come, whatever people may try to threaten us, but Lord, our victory is in the cross. And we want to walk in that victory and establish, see that your kingdom is coming in this place. Your will is being done in our nation of India. And Lord, the persecutions may rise, but that is a sign of great revival. And let's prepare ourselves, Lord, for a great endurance and greater establishment of the kingdom of God in our nation. Hallelujah. Shall we submit our lives and look to God in prayer? Amen.